അപ്പോൾ 9ാം ക്ലാസ് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്താണ് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്ററുകളാണ് നോക്കിയത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയെന്ന് പറയുന്നത് പ്ലാസ്മയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിലുള്ള ഘടകങ്ങൾ, അതായത് പ്രോട്ടീൻ, വാട്ടർ കണ്ടന്റ്, അതർ കണ്ടന്റ് ആയിട്ടുള്ള ഹോർമോൺസ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന പ്രധാനമായിട്ടും ഡബിൾ സർക്കുലേഷൻ എന്തെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആ വാക്ക് കേട്ടിട്ട് ഡബിൾ സർക്കുലേഷൻ അതിൽ തന്നെ ഉണ്ട്, എന്തോ 2 തവണ വട്ടം കറങ്ങുന്നത് അല്ലെ. സോ അത് തന്നെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഡബിൾ സർക്കുലേഷൻ എന്തിനാണ് ഇപ്പൊ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഡബിൾ സർക്കുലേഷൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിൽ ഏകദേശം കുറച്ചധികം പോർഷൻസ് വേഗത്തിൽ തീർക്കാനായിട്ട് പറ്റും. കാരണം ഡബിൾ സർക്കുലേഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഹാർട്ടിലെ കംപ്ലീറ്റ് പാർട്സുകളെല്ലാം എന്ത് ചെയ്തിരിക്കും, പഠിച്ചിരിക്കും. അപ്പം അതിലൊരു പോർഷൻ ഉണ്ട് ഹാർട്ടിന്റെ ഭാഗങ്ങൾ പരിചയപ്പെടുന്നതായിരുന്നു. അപ്പൊ അത് തീരും. പിന്നെ സർക്കുലേഷൻസ് ഉണ്ട്, ഓരോന്നിനെയും പറ്റി പഠിക്കാൻ. അപ്പൊ അതെല്ലാം നമുക്ക് ഈ സർക്കുലേഷൻ, ഡബിൾ സർക്കുലേഷൻ ഒറ്റയടിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇപ്പൊ എടുക്കുന്നത്. 4 മാർക്കിന് വരെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പം ഡബിൾ സർക്കുലേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് നമ്മൾ ജസ്റ്റ് ഹാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 4 കോളം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കണം, ഇത് വരച്ച് പഠിക്കണം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഷെമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇതിനെ പറയുന്നത്. ഹാർട്ട് തന്നെയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അതുപോലെ വരച്ച് പഠിക്കുന്നതിനെക്കാട്ടി എളുപ്പം ഇങ്ങനെ വരച്ച് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി അവലംബിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പടം വരച്ചതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹൃദയത്തിന്റെ പടം കൊടുത്തിട്ടുണ്ട്, അതുമായിട്ട് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും, ലഭിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാർട്ടിന് പ്രധാനമായിട്ടും 4 ചേംബറുകളാണുള്ളത്. ഹാർട്ടിന് പ്രധാനമായിട്ടും എത്ര ചേംബറുകളാണുള്ളത്, 4 ചേംബറുകളാണുള്ളത്. അപ്പൊ ഹാർട്ടിന് എത്ര ചേംബറുകളുണ്ട്, 4 ചേംബറുകളുണ്ട്. മുകളില് 2 എണ്ണം ഉണ്ട്, താഴെയും എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്. മുകളിലുള്ള ചേംബറിനെ നമ്മൾ കോമൺലി വിളിക്കുന്ന പേര് ഏട്രിയം എന്നാണ് വിളിക്കുന്നത്. എന്ത് വിളിക്കും, ഏട്രിയം. താഴെയുള്ള ചേംബറിനെ കോമൺലി വിളിക്കുന്ന പേരാണ് വെൻട്രിക്കിൾ. എന്ത് വിളിക്കും, വെൻട്രിക്കിൾ. അപ്പൊ മുകളിലുള്ള ചേംബറിനെ ഏട്രിയം എന്നും താഴെയുള്ള ചേംബറിനെ നമ്മൾ വെൻട്രിക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാർട്ടിന് 2 സൈഡ് ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. പടം വരയ്ക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. കാര്യം വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡ് എപ്പോഴും ലെഫ്റ്റ് സൈഡ് ആയിട്ടും നമ്മുടെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും റൈറ്റ് സൈഡുമായിട്ട് മാത്രമേ വരയ്ക്കാവൂ. അപ്പൊ ഈ സൈഡ് ആയിരിക്കും റൈറ്റ്, ഈ സൈഡ് ആയിരിക്കും ലെഫ്റ്റ്. കാരണം ഹാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹാർട്ടിന്റെ കറക്റ്റ് റൈറ്റ് സൈഡ് റൈറ്റ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത് റൈറ്റ് സൈഡ് മുകളിലുള്ള ചേംബറാണ്. റൈറ്റ് സൈഡ് മുകളിലുള്ള ചേംബർ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കും റൈറ്റ് ഏട്രിയം എന്ന് വിളിക്കും. എന്ന് വിളിക്കും റൈറ്റ് ഏട്രിയം എന്ന് വിളിക്കും. അതിനെ എന്ത് സിംപിളി RA എന്ന് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇതെന്തായിരിക്കും, ലെഫ്റ്റ് സൈഡ് മുകളിലുള്ള ചേംബറാണ്. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ലെഫ്റ്റ് ഏട്രിയം എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം, ലെഫ്റ്റ് ഏട്രിയം. നമുക്ക് സിംപ്ലി റെപ്രസെന്റ് ചെയ്യാം LA എന്ന് റെപ്രസെന്റ് ചെയ്യാം, ലെഫ്റ്റ് ഏട്രിയം. സോ ഇത് താഴെയുള്ള ചേംബറാണ്, കോമൺലി വിളിക്കുന്ന പേര് വെൻട്രിക്കിൾ എന്നാണ്. അപ്പൊ താഴെ ആയതുകൊണ്ട് വെൻട്രിക്കിൾ ആണ്, റൈറ്റ് സൈഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കാം, റൈറ്റ് വെൻട്രിക്കിൾ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം, റൈറ്റ് വെൻട്രിക്കിൾ എന്ന് വിളിക്കാം. അപ്പൊ ഇതെന്തായിരിക്കും, തീർച്ചയായിട്ടും ലെഫ്റ്റ് വെൻട്രിക്കിൾ ആയിരിക്കും, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആയിരിക്കും. ഓക്കെ, ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി RV എന്ന് കൊടുത്തു, ഇതിനെ LV എന്ന് കൊടുത്തു. അപ്പൊ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഉള്ള ചേംബേഴ്സ് പഠിച്ചു. അപ്പൊ 4 ചേംബറുകളാണുള്ളത്, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പം 4 ചേംബറുകളുള്ള ഒരു ഭാഗമാണ്, ഒരു ഓർഗനാണ്, ഒരു മസ്കുലാർ ഓർഗനാണ്. മസ്കുലാർ ഓർഗൻ എന്ന് പറയാനുള്ള കാരണം ഇത് എപ്പോഴും എന്ത് ചെയ്യും, ചലിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ ബോഡിയിൽ ചലിക്കാൻ സഹായിക്കുന്ന ഓർഗൻ എന്താണ്, സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേര് മസിൽസ് എന്നാണ് വിളിക്കുന്നത്. സോ ഹാർട്ട് ഈസ് ആൾസോ എ മസിൽ. സോ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും, നമുക്കറിയാം. ഇതൊരു മസ്കുലാർ ഓർഗൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹാവ് 4 ചേംബേഴ്സ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്താണ് ഓരോ ചേംബറിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് സൈഡുള്ള ഒരു ചേംബറും ലെഫ്റ്റ് സൈഡുള്ള ഒരു ചേംബറുമായിട്ട് റിലേഷൻ വരത്തില്ല. അതായത് റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവും തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല. അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും തമ്മിൽ യാതൊരു റിലേഷനും കാണത്തില്ല. ഇവിടെ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിരിക്കും. എന്നാൽ റൈറ്റ് സൈഡ് മുകളിലും താഴെയുമുള്ള ചേംബറുകൾ തമ്മിൽ എന്ത് ചെയ്യും, കണക്റ്റഡ് ആയിരിക്കും. അതായത് ലെഫ്റ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളും തമ്മിൽ എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. കണക്ട് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡ് ഒരു വാൽവ് ഉണ്ടായിരിക്കും, ട്രൈകസ്പിഡ് വാൽവ് എന്ന് തന്നെ നമ്മൾ വിളിക്കും. എന്തെന്ന് വിളിക്കും, ട്രൈകസ്പിഡ് വാൽവ് എന്ന് വിളിക്കും. ട്രൈകസ്പിഡ് വാൽവ് എന്ന് വിളിക്കും.
ഇപ്പൊ റൈറ്റ് സൈഡ് ആർ ഉണ്ട്, റൈറ്റ് സൈഡ് ട്രൈകസ്പിഡ് വാൽവ് എന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. ഇനി റൈറ്റ് ഏട്രിയത്തെ റൈറ്റ് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്ത ട്രൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ ത്രിദള വാൽവ് എന്ന് പറയും. 3 ദളങ്ങളുള്ള വാൽവാണ് ട്രൈകസ്പിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ലെഫ്റ്റ് ഏട്രിയത്തെ ലെഫ്റ്റ് വെൻട്രിക്കിളുമായിട്ട്, ലെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇടത് ഏട്രിയത്തെ ഇടത് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വാൽവ് ഇവിടെ ഉണ്ടായിരിക്കും. അതിന് 2 ദിളമേ കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കും ബൈകസ്പിഡ് വാൽവ് എന്ന് വിളിക്കും. എന്ന് വിളിക്കും ബൈകസ്പിഡ് വാൽവ് എന്ന് വിളിക്കും. അതായത് ദ്വിദള വാൽവ് എന്ന് വിളിക്കും. ഇപ്പൊ 2 ഉണ്ട്, ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ 4 ചേമ്പേഴ്സ് ആണുള്ളത്. റൈറ്റ് ഏട്രിയം അഥവാ വലത് ഏട്രിയം, ഇനി റൈറ്റ് വെൻട്രിക്കിൾ അഥവാ വലത് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം അഥവാ ഇടത് ഏട്രിയം അല്ലെങ്കിൽ ഇടത് വെൻട്രിക്കിൾ. ഇങ്ങനെ 4 ചേമ്പേഴ്സ് ആണ് നമ്മളെ ഹാർട്ടിലുള്ളതെന്നാണ് പറയുന്നത്. ഇനി ഒരു പ്രത്യേകത കൂടി പഠിക്കാനുണ്ട്. ലെഫ്റ്റ് സൈഡ് എപ്പോഴും പ്യുവർ ബ്ലഡ് ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലെഫ്റ്റ് സൈഡ് എപ്പോഴും ശുദ്ധ രക്തമായിരിക്കും ഉണ്ടായിരിക്കുക. ഇടതുവശത്ത് എപ്പോഴും എന്തായിരിക്കും, ശുദ്ധ രക്തമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി വലത് സൈഡ് എപ്പോഴും ഇംപ്യൂർ ബ്ലഡ്, അതായത് അശുദ്ധ രക്തമായിരിക്കും ഉണ്ടായിരിക്കുക. ശുദ്ധം അശുദ്ധ അല്ലെങ്കിൽ പ്യൂർ ഇംപ്യൂർ മീൻ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് എപ്പോഴും ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും ഉണ്ടായത്, അതായത് ഓക്സിജൻ അടങ്ങിയ രക്തമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. റൈറ്റ് സൈഡ് ഓക്സിജൻ ഇല്ലാത്ത ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഇത്രയും കാര്യങ്ങളാണ് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ലെഫ്റ്റ് സൈഡ് എപ്പോഴും പ്യൂർ ആയിരിക്കും, റൈറ്റ് സൈഡ് ഇംപ്യൂർ ആയിരിക്കും. ഇവിടെയുള്ള വാൽവ് ബൈകസ്പിഡ് വാൽവ്, റൈറ്റ് സൈഡിലുള്ളത് ട്രൈകസ്പിഡ് വാൽവ്, മുകളിലുള്ള ചേമ്പർ ഏട്രിയം, താഴെയുള്ള ചേമ്പർ വെൻട്രിക്കിൾ. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് സർക്കുലേഷൻ എന്താണെന്ന് നോക്കാം. സർക്കുലേഷൻ അല്ലെ, സർക്കുലേഷൻ മീൻസ് എന്തെങ്കിലും ഇങ്ങനെ ചക്രീയമായ അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കണം അല്ലെ, അതിനാണ് ബ്ലഡ് സർക്കുലേഷൻ അഥവാ രക്തപര്യനാവസ്ഥ നമ്മൾ കേട്ടിട്ടുള്ള കാര്യം അല്ലെ. അപ്പൊ എന്താണ് സർക്കുലേഷന്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓക്സിജനും ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സർക്കുലേഷൻ വഴിയായിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും സർക്കുലേഷൻ നടക്കുന്നത്, അതിൽ ഹാർട്ടിന്റെ എന്തായിരിക്കും അതിനുള്ള പങ്ക് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. നമുക്ക് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ലെഫ്റ്റ് ഏട്രിയം. പ്യൂർ ബ്ലഡ് ആയിരിക്കും ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡ് ആണ്, അപ്പൊ എന്ത് തന്നെ ആയിരിക്കും, പ്യൂർ ബ്ലഡ് ആയിരിക്കും. അപ്പൊ ലെഫ്റ്റ് ഏട്രിയത്തിലുള്ള പ്യൂർ ബ്ലഡ്, ഇവിടെയുള്ള വാൽവ് എന്താണ്, ബൈകസ്പിഡ് വാൽവ് അല്ലെ, ദ്വിദള വാൽവ് ആണ്. സോ അതുകൊണ്ട് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് എങ്ങോട്ടിറങ്ങും, ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് ഇറങ്ങും. ഇവിടെയുള്ള ബ്ലഡിന് താഴേക്ക് ഇറങ്ങണമെങ്കിൽ ഈ ചേമ്പർ എന്ത് ചെയ്തിരിക്കണം, മുകളിലുള്ള ചേമ്പർ എന്ത് ചെയ്തിരിക്കണം, കോൺട്രാക്ട് ചെയ്തിരിക്കണം, ചുരുങ്ങിയിരിക്കണം. അപ്പം മുകളിലുള്ള ചേമ്പർ ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. ഈ ചുരുങ്ങുന്നതിനേക്ക് നമ്മൾ ഓരോ പേരൊക്കെ ഇട്ട് വിളിക്കുക, സിസ്റ്റോളിക്, ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചിരിക്കുക, ലെഫ്റ്റ് ഏട്രിയം എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. ആ കോൺട്രാക്ഷന്റെ ഫലമായിട്ട് പ്രഷർ കൂടുകയും ഇവിടെയുള്ള ബ്ലഡ് താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും പ്യൂർ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് എത്തി. ഓക്കെ, ഇനി ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ഒരു ബ്ലഡ് വെസൽ സ്റ്റാർട്ട് ചെയ്യും. ഹാർട്ടിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഹാർട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്താൽ ഫ്രം ദി ഹാർട്ട് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്നാണ് വിളിക്കുന്നത്, കോമൺലി ആർട്ടറി എന്നാണ് വിളിക്കുന്നത് അല്ലെ. എന്താണ് വിളിക്കുന്നത്, ആർട്ടറി. അപ്പം ആർട്ടറി എന്നാണ് വിളിക്കുന്നത്. പ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യാൻ പോകുന്നത്. ഇത് ആർട്ടറി ആണ്. ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആർട്ടറി ആയതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കും അയോട്ട എന്ന് വിളിക്കും. എന്ന് വിളിക്കും അയോട്ട എന്ന് വിളിക്കും. അതായത് മഹാധമനി എന്ന് മലയാളം മീഡിയക്കാർ വിളിക്കും. എന്താണ്, മഹാധമനി എന്ന് വിളിക്കും. അതായത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആർട്ടറി ഓഫ് ഹ്യൂമൻ ബോഡി. നമ്മളെ ബോഡിക്കകത്തുള്ള ഏറ്റവും വലിയ ധമനിയാണ് എന്തെന്ന് പറയുന്നത്, അയോട്ട എന്ന് പറയുന്നത്. ഇറ്റ് ക്യാരീസ് പ്യൂർ ബ്ലഡ് ഫ്രം ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് പ്യൂർ ബ്ലഡ് എന്ത് ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്നത്. അതാണ് മഹാധമനിയുടെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഈ ക്യാരി ചെയ്യുന്ന ബ്ലഡ് എന്ത് ചെയ്യും, ഇത് നേരെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ആർട്ടറീസ്, ചെറിയ ചെറിയ ധമനികളായിട്ട് മാറും. അത് പിന്നെ എന്തായിട്ട് മാറും, ക്യാപ്പിലറീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ക്യാപ്പിലറീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ബോഡി പാർട്ടിലുള്ള ടിഷ്യൂവിനോ അല്ലെങ്കിൽ സെല്ലുകൾക്കോ വേണ്ട ഓക്സിജൻ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഓക്സിജൻ കൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, കൊടുക്കും, സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ അത്തരത്തിൽ ഓക്സിജൻ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വീണ്ടും എന്ത് ചെയ്യും, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ക്യാപ്പിലറീസ് ക്യാരി ചെയ്യും. ആ ക്യാപ്പിലറീസ് നേരെ എന്ത് ചെയ്യും, വെയിൻസ് ആവും. വെയിൻസ് ആണ് ഇംപ്യൂർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത്, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ വെയിൻസ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഒരു വലിയ വെയിൻ ആയിട്ട് മാറും. ആ വലിയ വെയിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് വെയിൻ ഓഫ് ഹ്യൂമൻ ബോഡി. നമ്മൾ വിളിക്കുന്ന പേര് വീനക്കാവ എന്നാണ് വിളിക്കുന്നത്. എന്ന് വിളിക്കും, വീനക്കാവ അല്ലെങ്കിൽ മഹാസിര എന്ന് മലയാളം മീഡിയക്കാർ വിളിക്കും. എന്ന് വിളിക്കും, മഹാസിര എന്ന് വിളിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് വെയിൻ ഓഫ് ഹ്യൂമൻ ബോഡി. അതിനെ വിളിക്കുന്ന പേരാണ് വീനക്കറവ അഥവാ മഹാസിര എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ടെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇൻഫീരിയർ വീനക്കാവ ആൻഡ് സുപ്പീരിയർ വീനക്കാവ എന്ന് പറഞ്ഞു നടക്കുന്നതാണ്.
അതായത് മുകളിൽ നിന്നുള്ള ഭാഗത്ത് നിന്ന് കൊണ്ടുവരുന്നതിനെ ഇൻഫീരിയർ എന്നും സുപ്പീരിയർ എന്നും താഴെ നിന്നുള്ള ബ്ലഡ് കൊണ്ടുവരുന്നതിനെ ഇൻഫീരിയർ വീന കാവ എന്നാണ് വിളിക്കുന്നത്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് വീന കാവ എന്ന് ഓർത്തിരിക്കും. അപ്പം വീനക്കാവ വഴി വരുന്ന ബ്ലഡ് എവിടെയായിരിക്കും ഇറങ്ങുന്നത്? റൈറ്റ് ഏട്രിയത്തിലായിരിക്കും ഇറങ്ങുന്നത് അല്ലെ. അപ്പൊ ആ വീനക്കാവ കൊണ്ടുവരുന്ന ബ്ലഡിൽ ഓക്സിജൻ കാണുമല്ലേ? ഓക്സിജൻ കാണില്ല. കാര്യം എന്താണ്? ഇവിടെ ടിഷ്യൂവിന് വേണ്ട ഓക്സിജൻ കൊടുത്തിട്ട് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ആണ് എന്ത് ചെയ്ത് നേരെ ഫ്ലോ ചെയ്ത് റൈറ്റ് ഏട്രിയത്തിൽ വന്നത്. കോമൺലി നോക്കിയാൽ ഹാർട്ടിൽ തുടങ്ങി ഹാർട്ടിൽ തന്നെ തീർന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. എങ്ങനെയാണ്? എന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് ബ്ലഡ് എന്ത് ചെയ്തു? അയോട്ട ക്യാരി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ടിഷ്യൂവിനെ കൊണ്ട് കൊടുത്തു. അതിനുശേഷം വീനക്കാവ വഴി എവിടെ എത്തി? റൈറ്റ് ഏട്രിയത്തിൽ എത്തി. ആ സർക്കുലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. എന്തെന്ന് വിളിക്കും? സിസ്റ്റമിക് സർക്കുലേഷൻ. എന്തെന്ന് വിളിക്കും? സിസ്റ്റമിക് സർക്കുലേഷൻ. What do you mean by systemic circulation? It is the circulation of blood from left ventricle to the aorta and provide oxygen to the tissues and carried by vena cava towards right atrium. This circulation is totally called as systemic circulation. അതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബ്ലഡ് എവിടെ എത്തി? വീണ്ടും റൈറ്റ് ഏട്രിയത്തിൽ എത്തി. അതെന്ന് പറയുന്നത് എന്താണ്? ഡിയോക്സിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത അശുദ്ധ രക്തമാണ് ഇപ്പൊ റൈറ്റ് ഏട്രിയത്തിൽ ഉള്ളത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് ഇംപ്യൂർ ബ്ലഡ് ആണ്, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ആണ്. അത് റൈറ്റ് വെൻട്രിക്കിലോട്ട് ഇറങ്ങും. റൈറ്റ് വെൻട്രിക്കിലോട്ട് ഇറങ്ങണമെങ്കിൽ അവിടെ ഒരു വാൽവ് സഹായിക്കും. ആ വാൽവിനെ എന്തെന്ന് വിളിക്കും? ട്രൈകസ്പിഡ് വാൽവ്, ത്രിതള വാൽവ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ഇവിടുന്ന് ബ്ലഡ് നേരെ താഴേക്ക് എൻട്രി ചെയ്യും. എങ്ങോട്ട്? റൈറ്റ് ഏട്രിയയിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിലോട്ട് ബ്ലഡ് എൻട്രി ചെയ്തു. എന്താണ്? ഇംപ്യൂർ ബ്ലഡ് ആണ്. അപ്പൊ റൈറ്റ് ഏട്രിയം കോൺട്രാക്ട് ചെയ്തുകൊണ്ടായിരിക്കും ബ്ലഡ് താഴേക്ക് ഇറങ്ങി വന്നത്. ഇനി ഇവിടുന്ന് അടുത്തൊരു ബ്ലഡ് വെസൽസ് സ്റ്റാർട്ട് ചെയ്യും. അടുത്തൊരു കുഴല് സ്റ്റാർട്ട് ചെയ്യും. സോ ഹാർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. സ്റ്റാർട്ട് ചെയ്യാൻ എപ്പോഴും നമ്മൾ എന്തെന്നേ വിളിക്കൂ? ആർട്ടറി എന്നേ വിളിക്കുള്ളൂ അല്ലെ. എന്തെന്നേ വിളിക്കും? ആർട്ടറി എന്നേ വിളിക്കും. അപ്പൊ ഇത് എന്ത് തന്നെ ആയിരിക്കും? ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ആർട്ടറി തന്നെ ആയിരിക്കും. പക്ഷെ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർട്ടറി എപ്പോഴും പ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇത് നോക്കിയേ, റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ പ്യൂർ ബ്ലഡ് ആയിരിക്കും ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും ക്യാരി ചെയ്യുന്നത്? ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും, അശുദ്ധ രക്തമായിരിക്കും ക്യാരി ചെയ്യുന്നത് അല്ലെ. അപ്പം ആർട്ടറിയുമാണ്, എന്നാൽ അശുദ്ധ രക്തം ക്യാരി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കും പൾമണറി ആർട്ടറി എന്ന് വിളിക്കും. എന്ന് വിളിക്കും? പൾമണറി ആർട്ടറി എന്ന് വിളിക്കും. പൾമണറി ധമനി എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ഓക്കെ. അപ്പൊ പൾമണറി ധമനി അല്ലെങ്കിൽ ആർട്ടറിയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി ആർട്ടറി ദാറ്റ് ക്യാരീസ് ഇംപ്യൂർ ബ്ലഡ് ഫ്രം ദി റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഒരു ആർട്ടറിയാണ് പൾമണറി ആർട്ടറി. അതാണ് നമ്മുടെ ബോഡിക്കകത്തുള്ള ഏത് ആർട്ടറി എടുത്താലും അത് ശുദ്ധരക്തമായിരിക്കും കൊണ്ടുപോകുന്നത്. എന്നാൽ അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന ഒരേ ഒരു ആർട്ടറി ഏതാണ്? ദാറ്റ് ഈസ് പൾമണറി ആർട്ടറി. ഈ അശുദ്ധ രക്തം നേരെ കൊണ്ടുപോകും. അതിനകത്ത് ഓക്സിജൻ എൻട്രി ചെയ്യണ്ടേ? നമുക്കറിയാം ഓക്സിജൻ ഉള്ള ഭാഗം ഏതാണ്? ലങ്സ് ആണ് അല്ലെ. ഹ്യൂമന്റെ ലങ്സിലാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ ഉള്ളത് അല്ലെ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? നേരെ എവിടെ കൊണ്ടെത്തിക്കുന്നു? ലങ്സിലോട്ട് കൊണ്ടുപോകുന്നു. എന്ത് ചെയ്യുന്നു? പൾമണറി ആർട്ടറിന്ന് വെസൽ നേരെ ലങ്സിലോട്ട് എത്തുന്നു. അവിടെ നമുക്കറിയാം ഓക്സിജൻ എങ്ങോട്ട് കിട്ടും? നമ്മുടെ ബ്ലഡിലോട്ട് കിട്ടും അല്ലെ. കോൺസെൻട്രേഷന്റെ ഒക്കെ ഫലമായിട്ട് നമുക്ക് ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ ആ ലങ്സിൽ നിന്ന് എന്ത് ചെയ്യും? ഓക്സിജൻ സ്വീകരിച്ചിട്ട് ആ ഒരു ബ്ലഡ് വെസൽ എവിടെ വന്ന് കയറൂടാ? വീണ്ടും നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന് കയറും. എവിടെ വന്ന് എന്ത് ചെയ്യും? ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന് കയറും. ഇപ്പൊ ഇതാണ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഇംപ്യൂർ ബ്ലഡ് പൾമണറി ആർട്ടറി വഴി എന്ത് ചെയ്തു? ലങ്സിലോട്ട് എത്തി. ആ ലങ്സിൽ നിന്നും ഓക്സിജൻ സ്വീകരിച്ചിട്ട് നേരെ എവിടെ എത്തി? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വന്നു. അപ്പം നമുക്കറിയാം ഹാർട്ടിലോട്ട് വരുന്നതെല്ലാം വെയിനാണ്. പക്ഷെ വെയിന്റെ പ്രത്യേകത എന്താണ്? ഇംപ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. ബട്ട് ഇത് ക്യാരി ചെയ്യുന്ന ഇംപ്യൂർ ബ്ലഡ് അല്ല. കാര്യം ലങ്സിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ചിട്ടാണ് എൻട്രി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കും പൾമണറി വെയിൻ എന്ന് വിളിക്കും. എന്ന് വിളിക്കും? പൾമണറി വെയിൻ എന്ന് വിളിക്കും. ഓക്കെ. പൾമണറി സിര എന്ന് വിളിക്കും. ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി വെയിൻ ദാറ്റ് ക്യാരീസ് പ്യൂർ ബ്ലഡ്. നമ്മുടെ ബോഡിക്കകത്ത് പ്യൂർ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഒരേ ഒരു വെയിനേ ഉള്ള അതിന്റെ പേരെന്താണ്? പൾമണറി വെയിൻ എന്നാണ്. അത് എന്ത് ചെയ്യും? പ്യൂർ ബ്ലഡിനെ എവിടെ കൊണ്ട് കൊടുക്കും? ലെഫ്റ്റ് ഏട്രിയത്തിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ ഇവിടെ എത്തി അല്ലെ. അപ്പൊ ഇവിടെ എത്തിയത് എന്തായിരിക്കും? പ്യൂർ ബ്ലഡ് ആയിരിക്കും. വീണ്ടും നിങ്ങൾ അടുത്ത സർക്കുലേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് പരിയനാവസ്ഥ എന്ന് പറയും. അപ്പൊ അതെന്ത് ചെയ്യും? വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും ബ്ലഡ് ഇവിടെ വരും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഈ രണ്ടാമത് പഠിച്ച സർക്കുലേഷൻ, രണ്ടാമത് പഠിച്ച രക്തപര്യവസ്ഥയിൽ എന്താ പ്രത്യേകത? പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനിയും പൾമണറി വെയിനും ശ്വാസകോശ സിരയും ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ സർക്കുലേഷനെ നമ്മൾ വിളിക്കുന്ന പേര് പൾമണറി സർക്കുലേഷൻ ആണ് വിളിക്കുന്നത്. അപ്പൊ ഈ സർക്കുലേഷൻ, ഈ പോകുന്ന സർക്കുലേഷൻ നമ്മൾ വിളിച്ച പേരെന്താണ്? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിച്ചു. പൾമണറി സർക്കുലേഷൻ.
അപ്പൊ എന്താണ് പൾമണറി സർക്കുലേഷൻ വെച്ചാൽ ദ സർക്കുലേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് പൾമണറി ആർട്ടറി ആൻഡ് പൾമണറി വെയിൻ. അപ്പൊ അവർ തമ്മിലുള്ള ഒരു സർക്കുലേഷനെ വിളിച്ച പേരാണ് പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ പൾമണറി പരിയന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് സർക്കുലേഷൻ ആണ് പഠിച്ചത്. ഒന്നാമത്തെ സിസ്റ്റമിക് സർക്കുലേഷനും രണ്ടാമത്തത് പൾമണറി സർക്കുലേഷനും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തം പോകുന്നത് അല്ലെങ്കിൽ രക്തം പരിയനം ചെയ്യുന്നത് 2 തവണ ഹാർട്ടിനെ എന്ത് ചെയ്യുന്നു, ഹാർട്ടിലൂടെ കടന്നു പോയിട്ടാണ്. ട്വൈസ് സർക്കുലേഷൻ അല്ലെ, 2 തവണ എന്ത് ചെയ്യുന്നു, ഹാർട്ടിനെ വലം വെക്കുന്നു. അതുകൊണ്ട് ടോട്ടലി നമ്മുടെ സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് ഡബിൾ സർക്കുലേഷൻ. എന്തെന്ന് വിളിക്കും? ഡബിൾ സർക്കുലേഷൻ. ദ്വിരക്ത പരിയന അവസ്ഥയാണ് നമുക്കുള്ളത് അല്ലെ. 2 സർക്കുലേഷൻസ് ഉള്ളതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് ഡബിൾ സർക്കുലേഷൻ ആണ്. അപ്പൊ ഡബിൾ സർക്കുലേഷൻ കൺസിസ്റ്റ് ഓഫ് പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പൊ ഇതെന്താണെന്നൊരു ഐഡിയ കിട്ടി കാണും. ജസ്റ്റ് പറഞ്ഞുതരാം. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് പ്യൂർ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ വരുന്നു ത്രൂ എന്താണ് ബൈക്കസ്പിഡ് വാൽവ്, അവിടുന്ന് അയോട്ട കൊണ്ടുപോകുന്നു, ടിഷ്യൂവിൽ വേണ്ട ഓക്സിജൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. തിരിച്ചെന്ത് ചെയ്യുന്നു, ഇംപ്യൂർ ബ്ലഡ് വീനക്കാ വഴി റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു, അവിടുന്ന് താഴേക്ക് ട്രൈക്കസ്പിഡ് വാൽവ് വഴി പോകുന്നു, അത് പൾമണറി ആർട്ടറി വഴി ലങ്സിലെത്തുന്നു, ഓക്സിജൻ സ്വീകരിക്കുന്നു, വീണ്ടും പ്യൂർ ബ്ലഡ് ആവുന്നു, അത് എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വരും. സോ ഈ സർക്കുലേഷൻ ടോട്ടലി വിളിക്കുന്ന പേരാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ സർക്കുലേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, ഇതിന്റെ പടം വൃത്തിയായിട്ട് വരച്ചിട്ട് ഓരോ സർക്കുലേഷനും എന്തെന്ന് വ്യക്തമായി എഴുതി വെക്കുക, ഓരോ ഭാഗവും വൃത്തിയായിട്ട് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ചേമ്പറുകളും വാൽവും എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇതിനെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഹൃദയത്തിന്റെ പടവുമായിട്ട് ഹാർട്ടിന്റെ പിക്ചറുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പൊസിഷൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ പരീക്ഷയ്ക്ക് സർക്കുലേഷൻ ചോദിക്കാറുണ്ട് പലപ്പോഴും. വൃത്തിയായിട്ട് ഇത് വരച്ച് എഴുതുക. അടുത്ത ദിവസം നമുക്ക് മറ്റ് ഒരു പ്രത്യേക തരത്തിലുള്ള കുറച്ച് സർക്കുലേഷൻസും കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.